കഥ പാതി വഴിയിൽ പാർട്ട് 18. അവതരണം ഷെറിനൗഷ. അഭിരാമിയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക കാന്തിക ശക്തിയുണ്ട്. അവളുടെ മനസ്സിൽ കളങ്കമില്ലാത്ത സ്നേഹമുണ്ട്. അലക്സി വാ തോരാതെ അഭിരാമിയെക്കുറിച്ച് ഭരതനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഭരതൻ അവൻ്റെ വാക്കുകൾ കേട്ട് അമ്പരന്നു പോയി. തനിക്കെന്തോ തലയ്ക്ക് വല്ല പ്രശ്നവും സംഭവിച്ചോ അലക്സി? താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഭരതൻ കൺഫ്യൂഷനോടെ അവനെ നോക്കി നിന്നു. അതേടാ, പ്രണയം ഒരു ഭ്രാന്താണെങ്കിൽ എനിക്ക് ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. അലക്സി ചിരിച്ചുകൊണ്ട് അവൻ്റെ ഓഫീസിലേക്ക് കയറിപ്പോയി. ഏറെ നേരം അവൻ അഭിരാമിയെയും കാത്തിരുന്നു. എന്നാൽ നേരം ഉച്ചയോടടുത്തിട്ടും അവൾ ഓഫീസിലേക്ക് വന്നതേയില്ല. അലക്സി ടെൻഷനോടെ മുറിയിലൂടെ നടന്നു. ഒടുവിൽ അഭിരാമിയെ വിളിച്ച് കാര്യമെന്താണെന്ന് അന്വേഷിക്കാൻ തന്നെ അലക്സി തീരുമാനിച്ചു. ഫോൺ റിങ് ചെയ്യുവാൻ തുടങ്ങി. ഇതേ സമയം അവൻ വിളിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു അഭിരാമിയും മഹേഷും. ബെല്ലടിയാൻ തുടങ്ങിയപ്പോൾ അഭിരാമി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അഭിരാമി, താനെന്താ ഇന്ന് ലീവാക്കിയത്? ലീവ് എഴുതി വാങ്ങാതെ ഇങ്ങനെ ലീവാക്കരുതെന്ന് നിനക്കറിയില്ലേ? ഇപ്പോഴും നീ ഓഫീസിലെ റൂൾസ് ഒന്നും മനസ്സിലാക്കിയില്ലേ? അലക്സിയുടെ ചോദ്യം അവൾ പ്രതീക്ഷിച്ചതായിരുന്നു. അലക്സി, സോറി, എനിക്ക് ഓഫീസിലെ റൂൾസ് എല്ലാം അറിയാം. പക്ഷേ ഞാൻ ആകെ നിസ്സഹായയാണ്. ഒരുപക്ഷെ എനിക്കിനി ഒരിക്കലും ഓഫീസിലേക്ക് വരാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അലക്സിക്ക് അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല. താൻ എന്തൊക്കെയാ അഭിരാമി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ, അവൻ ടെൻഷനോട് പറഞ്ഞു. അലക്സി, എൻ്റെ ലൈഫിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവാൻ പോണില്ല. അവൾ ഒഴിഞ്ഞു മാറുകയാണെന്ന് അലക്സിക്ക് മനസ്സിലായി. അഭിരാമി, നീ ഇപ്പോൾ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച കൂൾബാറിൻ്റെ അടുത്തേക്ക് ഞാനിപ്പോൾ തന്നെ വരാം. നീ വേഗം അവിടേക്ക് വാ. പറഞ്ഞു കഴിഞ്ഞതും അലക്സി ഫോൺ കട്ട് ചെയ്തു. മഹേഷ് അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കി. വേണ്ടിയിരുന്നില്ല അഭി, നീ വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഫോണിൽ തന്നെ സംസാരിച്ചാൽ മതിയായിരുന്നു. മഹേഷിൻ്റെ ടെൻഷൻ കണ്ട അഭിരാമി അവനോട് പുഞ്ചിരിച്ചു. അതൊന്നും സാരമില്ല മഹി, എന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം. നേരിട്ട് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അവനെ വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവൾ പുറത്തേക്കിറങ്ങാൻ തുടങ്ങി. മഹേഷ് പതിയെ പുറകിൽ നിന്നും അവളുടെ കൈകളിൽ പിടിച്ചു. അഭിരാമി, നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാം. അവൻ പോട്ടെ, നമുക്കവനോടുള്ള പക ഇവിടെ നിർത്താം. സമയമാവുമ്പോൾ അവനോട് ദൈവം തന്നെ പകരം ചോദിക്കും. അറിഞ്ഞുകൊണ്ട് നിന്നെ ഒരപകടത്തിലേക്ക് വീണ്ടും പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അവൻ്റെ വാക്കുകൾ ആർദ്രമായിരുന്നു. തൻ്റെ കൈകളിൽ അവൻ പിടിച്ചിരിക്കുകയാണ്. ആ കണ്ണുകളിലെ പ്രണയം അഭിരാമിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇല്ല മഹി, എന്നോടവൻ ചെയ്ത ക്രൂരത മറക്കാൻ എനിക്ക് ജന്മം കഴിയില്ല. അവൻ എൻ്റെ ശരീരം മാത്രമല്ല നശിപ്പിച്ചത്, ശരീരത്തോടൊപ്പം എൻ്റെ മനസ്സും ജീവിതവും അവൻ ഇല്ലാതാക്കി. അലക്സിയോടും ഭരതനോടും പകരം ചോദിക്കാതെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അവൾ ദേഷ്യത്താൽ നിന്ന് വിറച്ചു. ഓക്കെ അഭി, ഞാൻ സമ്മതിച്ചു. നിൻ്റെ തീരുമാനം എന്താണെങ്കിലും അത് നിറവേറ്റാൻ ഞാനും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ബട്ട് വൺ കണ്ടീഷൻ, എല്ലാം കഴിയുമ്പോൾ നീയും നിൻ്റെ മനസ്സും നോർമലായിരിക്കണം. ആദ്യത്തെ അഭിരാമി, ആ ഒരവസ്ഥയിലേക്ക് നിൻ്റെ മനസ്സ് എത്തിയിരിക്കണം. ഒരിക്കലും നഷ്ടബോധത്തെക്കുറിച്ചോർത്ത് നീ വിഷമിക്കാൻ പാടില്ല. അവൻ അവളുടെ കൈകളിലെ പിടുത്തം പതിയെ അയച്ചു. അഭിരാമി പതിയെ വീട്ടിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി. മഹേഷ് തന്നെ പ്രണയിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ സ്നേഹത്തോടെയുള്ള ഓരോ വാക്കുകളും അവളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. അഭിരാമി എത്തുന്നതിന് മുമ്പ് തന്നെ അലക്സി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു. അഭിരാമി, താൻ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് നീ അങ്ങനെയെല്ലാം പറഞ്ഞത്? നീ ഓഫീസിൽ വരാതിരിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? അഭിരാമി ടെൻഷനോടെ അവൻ്റെ അരികിൽ വന്നിരുന്നു. അലക്സി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആരോടെങ്കിലും എൻ്റെ സങ്കടങ്ങൾ എനിക്ക് തുറന്നു പറയണം.
അവൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഡാഡിയും മമ്മിയും വിദേശത്തായിരുന്നു. അവർ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറെക്കാലം സമ്പന്നരായി ജീവിച്ച അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. സാമ്പത്തികമായി കമ്പനി തകർച്ചയിലേക്ക് പോയി. എൻ്റെ കുട്ടിക്കാലവും വിദ്യാഭ്യാസവുമെല്ലാം അമേരിക്കയിലായിരുന്നു. കമ്പനിയുടെ തകർച്ച ഡാഡിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പരിചയക്കാരിൽ നിന്നെല്ലാം അദ്ദേഹം കടം വാങ്ങാൻ തുടങ്ങി. ബിസിനസ് മെച്ചപ്പെടുത്തിയെടുക്കാൻ ഡാഡി ആവുന്നതും ശ്രമിച്ചു. പക്ഷേ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് കമ്പനി അടച്ചു പൂട്ടേണ്ടി വന്നു. എന്നാൽ അപ്പോഴേക്കും ഡാഡി വലിയ ഒരു കടക്കാരനായി മാറിയിരുന്നു. അവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും വിറ്റ് അദ്ദേഹം കടങ്ങളേറെ വീട്ടി. പിന്നീട് കയ്യിലൊന്നുമില്ലാതെയായപ്പോൾ കടക്കാരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ ഞങ്ങൾ നാട്ടിലേക്ക് തിരികെ വന്നു. നമ്മുടെ ബോസായ മാത്യു സാറിനും ഡാഡി കാശ് കൊടുക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് മാത്യു സാർ എനിക്കിവിടെ ഒരു ജോലി ശരിയാക്കി തന്നത്. അവൾ തിരിഞ്ഞ് അലക്സിയെ നോക്കി. അവൻ അഭിരാമി പറയുന്നതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു. അഭിരാമി, നീയും ഫാമിലിയും ഇത്രയും വലിയ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സാരമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഏറെക്കുറെ പരിഹരിച്ചതല്ലേ. ഇനി എന്തിനാ താൻ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? അവൻ അവളുടെ ഷോൾഡറിൽ സ്നേഹത്തോടെ കൈകൾ വച്ചു. അലക്സി, ശരിയാണ്, പാതിയിലധികം പ്രശ്നങ്ങളും ഇപ്പോൾ തീർന്നു. പക്ഷേ ഇന്നലെ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഒരു ലൂസിഫർ. ഞങ്ങളാരും അറിയാത്ത ഒരു ബാധ്യത കൂടി ഡാഡിക്കുണ്ടെന്ന് അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അയാൾ ഒരു ഗണ്ണെടുത്ത് ഡാഡിയുടെ തലയിൽ വച്ചു. അപ്പോഴാണ് ഞങ്ങളെല്ലാം അയാളെ അറിയുന്നത് തന്നെ. കമ്പനി തകർന്നപ്പോൾ ഡാഡി അയാളുടെ കയ്യിൽ നിന്നും 1 കോടി രൂപ വാങ്ങിയിരുന്നു. ആ കടം ഇന്ന് വരെ വീടിയിരുന്നില്ല. അയാളൊരു പക്ക ക്രിമിനലാണ്. അത് മനസ്സിലാക്കിയ ഡാഡി അയാൾ അറിയാതെ നാട്ടിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. അയാൾക്ക് ആ പണം വേണം. എന്നാൽ ഇവിടെ എത്തിയ ശേഷമാണ് ഞങ്ങൾ ഇത്രയും പ്രയാസത്തിലാണെന്ന് ലൂസിഫർ മനസ്സിലാക്കിയത്. ഒടുവിൽ ഡാഡിയുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ എനിക്കൊരു വിലയിട്ടു. 2 ദിവസത്തെ സമയം അയാൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ 1 കോടി രൂപ അയാൾക്ക് നൽകണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അയാൾ വരുമ്പോൾ എന്നെ അയാൾ കൊണ്ടുപോവും. അവൾ കണ്ണുകളുയർത്തി അലക്സിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് അലക്സി കാണുന്നുണ്ടായിരുന്നു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു.